ഇന്ന് മറ്റൊരു ചിറ്റാറ്റാണ് എൻ്റെ കൂടെ ഉള്ളത്. ആ ബിനു വാഴമുട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഇലോഹിൻ ചർച്ച്, അതൊരു NGO ആണ്. ഇദ്ദേഹത്തിൻ്റെ ചർച്ചിനെതിരെ വലിയ ഇഷ്യൂ ആയത് കേരളത്തിലെ മീഡിയയൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ മാറ്ററായി. കാരണം അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. അതേപോലെ തന്നെ ഈ ബിനു വാഴമുട്ടമാണ് അവിടുത്തെ പാസ്റ്റർ. ഇപ്പം എന്തൊക്കെയാണ് ഇഷ്യൂ എന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ബിനുവിനോട് ചോദിക്കാം. ബിനു, സ്വാഗതം. നമസ്കാരം. ബിനുവിൻ്റെ അവിടുത്തെ ചർച്ചിൻ്റെ പേരെന്തുവാ? എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ. എത്ര ആളായി തുടങ്ങിയിട്ട്? ഒരു 20 വർഷത്തിന് മേളിലായി. അപ്പം ഇത് എത്ര ആൾക്കാരുണ്ട് അവിടെ? അവിടെ ഇവിടെ തന്നെ ഒരു 2500-3000 പേർക്ക് അടുപ്പിച്ചു. ഞാൻ ബിനുവിനോട് ചോദിക്കട്ടെ, ഈ നിങ്ങൾക്കെതിരെ ഇപ്പം അവിടെ BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും നിങ്ങൾക്കെതിരെ അവിടെയുള്ള പ്രശ്നം എന്തുവാ? ഇവരുടെ ഡിമാൻഡ് എന്തുവാ? യഥാർത്ഥ ഡിമാൻഡ് എന്തുവാ? അവർക്ക് യഥാർത്ഥ ഡിമാൻഡ് നമ്മളവിടെ പള്ളി പണിയരുത്, ആളുകൾ നമ്മുടെ ഇതിലേക്ക് വരരുത്, ആളുകൾ വരരുത് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ കൃത്യമായുള്ള അജണ്ട. ആളുകൾ എങ്ങനെ? അപ്പൊ ആളുകളോട് കൂടുതലുള്ളതാണ് ഇവരുടെ പ്രശ്നം. ആളുകൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ ഒരു സഭകളിലും ഇത്രയും ആളുകളില്ല. അപ്പൊ നമ്മുടെ അടുത്ത് ഇത്രയും ആളുകൾ വരുന്നു. ഇങ്ങനെ മദ്യപിച്ച് കിടക്കുന്ന, ഓടെ കിടക്കുന്ന, എല്ലാവരും സമൂഹം തള്ളപ്പെട്ട ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ നിങ്ങളുടെ കൂടെയുള്ള മറ്റേ ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ഓർഫൻ ഉണ്ട്, ചിൽഡ്രൻസിന്റെ ഹോം ഉണ്ട്, ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ഓർഫനേജ് ഉണ്ട്. അപ്പൊ ഞാൻ വാർത്ത വേറെ എന്തൊക്കെ സ്ഥാപനമുണ്ട് സാർ? നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ശരിക്കും ഈ കുട്ടികളെ എടുത്ത് പഠിപ്പിക്കാൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആദിവാസി കുട്ടികളെ എടുത്ത് പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അവിടെയുള്ള ആദിവാസി കുട്ടികൾ എവിടുന്ന് വരുന്നത്? ആദിവാസി കുട്ടികൾ നമ്മൾ കാട്ടിൽ പോയിട്ട് ആദിവാസി കുട്ടികളെ പോയി കണ്ടെത്തിയിട്ട് അവിടുത്തെ സ്കൂളുകളിൽ നമ്മൾ പ്രൊമോട്ടേഴ്സിനുമായിട്ട് വഴിയായിട്ട് അവിടെ പോയിട്ട് അവർക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. എത്ര കുട്ടികളുണ്ട് അവിടെ? സാർ, നമ്മൾ അവരവരുടെ കാടുകളിൽ തന്നെ അവരെ സ്കൂളിൽ കൊണ്ടുവരാനുള്ള അവർക്ക് സപ്പോർട്ട് ചെയ്യാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അവരോട് താമസിക്കുന്നുണ്ടോ? ഇല്ല, താമസിക്കുന്നില്ല. ഒരു കുട്ടി പോലും താമസിക്കുന്നില്ല. എവിടെ താമസിക്കുന്നേ? നമ്മൾ ഇങ്ങനെ വരുന്ന അല്ലാതെ വരുന്ന കുട്ടികളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കും. അങ്ങനെയാണ്. അല്ല, എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ആദിവാസി കുട്ടികൾ, ഞാൻ ഈ പത്തനംതിട്ട ജില്ലക്കാരനൊക്കെ അടുത്ത് തന്നെ, അവിടെ നിന്ന് ഞാൻ ഈ ആദിവാസി ശബരിമല ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആദിവാസി. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ചോദ്യം, അവർ ആദിവാസികളാണോ അതോ ഷെഡ്യൂൾ കാസ്റ്റ് ആണ്? സാറേ, ഷെഡ്യൂൾ കാസ്റ്റും ഉണ്ട്, ആദിവാസികളും ഉണ്ട്. നമ്മൾ ആദിവാസികളെ പോയി കണ്ടിട്ടുണ്ടോ? ആദിവാസികൾ അവിടെ ഈ ചെന്നീർക്കരയും ഓമല്ലൂരും എവിടെ ആദിവാസി ഉള്ളത്? സാറേ, ചെന്നീർക്കര അവിടെ അല്ല. അത് നമ്മൾ കാടിനകത്ത്, ഞാൻ ഈ കാടിനകത്ത് മനോരമയുമായിട്ട് ചേർന്നിട്ടാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കുഞ്ഞിനെ പുലി പിടിച്ചോണ്ട് പോയല്ലോ, ആ ഒരു സമയത്ത് സാറേ, അതിന് മുമ്പ് തൊട്ടേ ഞാൻ വയനാട്ടിലും ഇവിടെ എല്ലാം ഞാൻ പോയിട്ടുണ്ട്. എല്ലാ ആദിവാസി ഊരിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവരെ എവിടെ താമസിപ്പിക്കുന്നത്? സാറേ, അവരെ ആരും ഞാൻ താമസിപ്പിക്കുന്നില്ല. അവരെ എല്ലാം കാടിന്റെ ഉള്ളിൽ ചെന്ന് കണ്ട് ഇത് പ്രൊമോട്ടേഴ്സിന്റെ സഹായത്തോടെ ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഇവരെ കണ്ട് അവരുടെ കൂടെ താമസിച്ച് 2-3 ദിവസം താമസിച്ച് അവർക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവരെ സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് സ്കൂളുകളിൽ കൊണ്ടുവരികയാണ്. അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അതിനടുത്തുള്ള സ്കൂളുകളിൽ നമ്മൾ വിടും. അതിനുള്ള അവർക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ അവർക്ക് പൈസ ഇല്ലല്ലോ. അപ്പൊ അത് ബിനുവിന്റെ വീട്ടിൽ എത്ര കുട്ടികളെ താമസിപ്പിക്കുന്നുണ്ട്? സാറേ, എന്റെ വീട്ടിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്താൽ ആർക്കും വേണ്ടാത്ത, ഇപ്പൊ ഈ വന്ന ഇഷ്യൂലാത്തുള്ള കുട്ടി, അവന് ഒരു 17 വയസ്സാണ്, ജൂനിയർ ഫോമിൽ കിടന്ന പയ്യനാണ്. അപ്പൊ അമ്മ എന്നോട് ഒരുപാട് കാലെ പിടിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സാറേ നമുക്ക് ഒരു ആഴ്ചയിൽ 6 ദിവസം മീറ്റിംഗ്. ഈ കുട്ടി വളരെ അഗ്രസീവായിട്ടുള്ള കുട്ടിയാണ്. അവിടെ ഒരു അഡിക്കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അമ്മയെ ഉപദ്രവിക്കും, എല്ലാവരും ഉപദ്രവിക്കും കുട്ടി. ഇതന്നെ ഒത്തിരി സ്വഭാവ രൂപീകരണം നമ്മൾ നടത്തി അങ്ങനെ കൊണ്ടുവന്നാണ് ഈ കുട്ടിയെ നമ്മുടെ കൂടെ നിർത്തി. ഒരു 3 മാസമാണ് ഈ കുട്ടി മൊത്തത്തിൽ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവന് സാറേ, അവിടുത്തെ ഇഷ്യൂ എന്തുവാ ഈ പിള്ളേരെ തമ്മിൽ? സാറേ, ഈ കുട്ടികൾ രണ്ടുപേരും, അവിടെ ഒരു അഭിഷേക് എന്ന് പറഞ്ഞ മറ്റൊരു കുട്ടിയാണ്. അഭിഷേകിന്റെ പിതാവ് ഇപ്പോഴും നമ്മുടെ കൂടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഈ അഭിഷേക് അപ്പനെ അടിക്കുന്ന പയ്യനാണ്. അവന്റെ പേരിൽ പോലീസ് കേസുണ്ട്. അവന് കുറച്ചൊരു ബുദ്ധിക്ക് കുറവുണ്ട്. ഇവർ തമ്മിൽ അടിയുണ്ടായി. ഇതിനകത്ത് പിടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ ആളുകൾ അവിടെ ചെന്നു. അവരൊക്കെ അടി കൊടുത്തു എന്നുള്ള കാര്യമാണ്. ഇത് നിയമത്തിന്റെ മുമ്പിൽ കിടക്കുന്ന കാര്യം. അതുകൊണ്ട് എനിക്ക് അത്ര ഡിസ്കസ് ചെയ്യാൻ പറയാൻ പറ്റും. അതായത് അവിടെ കെയർ ടേക്കറും ഉണ്ട്. ഇവര് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോകും. അല്ല, അടുത്ത ചോദ്യം, ഇതിനാരാ ഫണ്ട് ചെയ്യുന്നേ?
സാറേ ഒരു ഫണ്ടും ഇല്ല, പള്ളി ഫണ്ട്. ഇപ്പം ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന എനിക്ക് കിട്ടുന്ന പൈസ 2 ചർച്ചയിൽ നിന്നുള്ള ആളുകൾ അരി വാങ്ങിച്ചു തരും, അവർ പച്ചക്കറി വാങ്ങിച്ചു തരും, അവർ മീൻ വാങ്ങിച്ചു തരും, അവർ മുട്ട വാങ്ങിച്ചു തരും. ഇതാണ്, അല്ലാതെ പുറത്തുനിന്ന് റെസിറ്റ്യൂട്ടി അടിച്ചോ വേറെ ആടെ നിന്ന് പിരിക്കോ വേറെ ഒരു ഫണ്ടും ഇല്ല. അതായത് പൂർണ്ണമായിട്ടും അവിടെയുള്ള ആൾക്കാരുടെ നിന്ന് മാത്രമുള്ള സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നാട്ടിൽ നിന്നുമില്ല. അതേപോലെ അടുത്ത ചോദ്യം, അവിടെ ഓൾഡ് ഏജ് ഹോം ഉണ്ട് താങ്കൾക്ക്? ഉണ്ട്. അവിടെ എത്ര പേരുണ്ട്? അവിടെ 70 പേരുണ്ട്, 70 അന്തേവാസികൾ. ആ സ്ഥാപനം ആരാ നടത്തുന്നത്? സാറേ അതിന് മാനേജ്മെന്റ് ഒക്കെ വേറെ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഫൗണ്ടർ എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ അതിനും ഇതേപോലെ ഡൊമസ്റ്റിക് ഫണ്ടിങ് ആണോ? ഡൊമസ്റ്റിക് ഫണ്ടിങ്, വേറെ ഒരു ഫണ്ടും ഇല്ല. നിങ്ങളുടെ ഈ എലോഹീമിന് FCRA ഉണ്ടോ? ഒന്നുമില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡൊമസ്റ്റിക് തന്നെയാണ്, പുറത്തുനിന്നുള്ള ഫണ്ടിങ് ഇല്ല? ഒരു ഫണ്ടിങ്ങും ഇല്ല, ഒരു രൂപ. അവിടെയുള്ള ഒരു സ്ത്രീയുടെ സ്വത്ത് താങ്കൾ അടിച്ചു മാറ്റിയെന്നൊരു ആരോപണം, എന്താ യാഥാർത്ഥ്യം എന്ത്? സാറേ 5 വർഷം മുമ്പ് സരോജിനി എന്ന് പറയുന്ന ഒരമ്മയെ ജനമൈത്രി പോലീസിന് കൊണ്ടെത്തും. അമ്മയ്ക്ക് ഒരു 8 സെന്റ് സ്ഥലം പന്തളത്തുണ്ട്. ജനമൈത്രി പോലീസ് താങ്കളെ ഏൽപ്പിച്ചപ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു? എല്ലാം ഉണ്ടല്ലേ, ഇപ്പോഴും തന്നെ. ഓക്കെ, അവരെ നിങ്ങളെ ഏൽപ്പിച്ചു, എന്നിട്ട് ബാക്കി പറ. ഓക്കെ, വന്നു കഴിഞ്ഞ അമ്മയ്ക്ക് സ്ഥാപനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ ഒരു നായർ തറവാട്ടിൽപ്പെട്ട അമ്മയാണ്. അമ്മ എന്നെ മോനെ എന്നാ വിളിക്കുന്നത്. ഞാനിവിടെ ചെല്ലുമ്പോൾ അമ്മയുടെ മകൻ ചെല്ലുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ എന്തായാലും ഇവിടം വരെ മരണം വരെ ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് ഈ സ്ഥലം മോന്റെ സ്ഥാപനത്തിൽ എഴുതി തരണം, മോന്റെ സ്ഥാപനത്തിൽ എഴുതി തരണം എന്ന് ആഗ്രഹമായി. ഒരു ചോദ്യം ഇടയ്ക്ക് കയറുക, അവരുടെ മക്കളില്ലേ? അവർക്ക് മക്കളില്ല, എല്ലാവരും മരിച്ചുപോയി. അവരുടെ ബന്ധുക്കളും മറ്റുള്ളവരും? സാറേ ബന്ധുക്കൾ ആരും ഈ അമ്മയോട് ചങ്ങാത്തത്തിലല്ല, സ്നേഹത്തിലാണ്. ഓക്കെ, എന്നിട്ട് ജനമൈത്രി പോലീസ് അവിടെ കൊണ്ടുവന്നു ഈ സ്ഥലം എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ആ സ്ഥലം വേണ്ട, വസ്തു ഇല്ലാത്ത ആർക്കെങ്കിലും അമ്മ ഇത് എഴുതി കൊടുക്കണം. പിന്നീട് ഒരിക്കൽ കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ അമ്മ സ്വമനസാലെ നിർമ്മല എന്ന് പറയുന്ന ഒരാളൊക്കെ എഴുതി കൊടുത്ത എനിക്ക് തന്നിട്ട് ഇത് എഴുതി കൊടുത്തത് ഇതാണ് അമ്മ എഴുതി കൊടുത്തത് ഈ സഹോദരിക്കാണ്. ആ ടോപ്പിക് അവിടെ ക്ലാരിറ്റി. സാർ ഒരു കാര്യം കൂടെ സാറേ, ഇതിന്റെ ഇവർ പറയുന്ന ഒരു 18 ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറയുന്നത് ഈ സ്ഥലത്ത്. സാറേ എനിക്കൊരു പണത്തിന്റെ പൊതി ഉണ്ട്, ഈ 18 ലക്ഷം രൂപ കിട്ടുന്നത് എന്റെ സ്ഥാപനത്തെ എഴുതിയെടുക്കാം. ഞാൻ ഒരിക്കലും ചെയ്തില്ല. ഞാൻ വിചാരിച്ച ബിനു, അടുത്ത ചോദ്യം. ഞാൻ ചില ക്ലിപ്പിംഗ് ഒക്കെ കണ്ടു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പെൺകുട്ടിയാണ്, ആതിര. അവർ ചെന്നീർക്കരയാണോ ഓമല്ലൂരാണോ? സാറേ അവർ ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവർക്ക് എത്ര വയസ്സുണ്ട്? അവർക്ക് സാറേ ഏകദേശം ഒരു 35 വയസ്സ് അടുപ്പിച്ച് വേണം. എന്തുകൊണ്ടാണ് താങ്കൾ അവിടെ ഒരു ചർച്ച് പണിയാൻ വേണ്ടി പഞ്ചായത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവരെങ്ങനെ ഇത് ഇടപെട്ടത്? സാറേ ഞാൻ ഒരു 6 വർഷം മുമ്പ് അവിടെ സ്ഥലമായിരുന്നു. അവിടെ നമുക്ക് ഏകദേശം ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. ആ സമയത്ത് ഒരു ജോൺസൺ വിളവനാൽ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. അദ്ദേഹത്തിന് ഈ ആരാധനയോട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ഈ ജോൺസന്റെ വീടിന്റെ മുകളിൽ തൊട്ടടുത്തോ? സാറ് തൊട്ടടുത്ത്, അദ്ദേഹത്തിന്റെ മുകളിലല്ല, അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത്, അദ്ദേഹത്തിന്റെ സഹോദരന്റെ. അടുത്ത ചോദ്യം, അവിടെ ആരാധന നടത്തുമ്പോൾ ഈ മൈക്കൊക്കെ വെച്ച് വലിയ ശബ്ദത്തിലാണോ അതോ ക്ലോസ്ഡ് ആർക്കും? സാർ ഇതിന്റെ തൊട്ട് താഴെ സാറിന് ഒരു ശബ്ദം കേട്ടില്ല, സൗണ്ട് പ്രൂഫ് ആണ്, 100% സൗണ്ട്. കാരണം ഞാൻ ഈ ബന്ധുക്കോസുകാരുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, കൈയടിയും ഡ്രം അടിയും. അങ്ങനെ ഒന്നുമില്ല ഇവിടെ. ഞങ്ങൾക്ക് കൈയടിയും ഡ്രം അടിയൊക്കെ ഉണ്ട്, പക്ഷെ അകത്ത് പുറത്ത് കേൾക്കില്ല, ശബ്ദം ഒന്നും പുറത്തോട്ട് വരത്തില്ല. ഇല്ല സാറേ. അവിടുത്തെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ജോൺസൺ, അയാൾ ഏത് പാർട്ടിക്കാരനാണ്? CPM ആയിരുന്നു? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ കോൺഗ്രസ്സുകാർ പറഞ്ഞ എത്രത്തോളം അനുസരിക്കുമെന്നറിയില്ല. അയാളാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ആദ്യം. അദ്ദേഹമാണ് ഇതിന്റെ ആണിക്കൻ. അല്ല, അയാൾക്ക് ഈ പറയുന്ന ബിനു പാസ്റ്ററിനോട് എതിർക്കാൻ കാരണമെന്ത്? സാർ ഈ ആരാധനയും ഇത്ര ആളുകൾ വരുന്നു, അന്ന് നമുക്ക് അവിടെ പാർക്കിംഗ് സൗകര്യം കുറവാണ്. ഈ വണ്ടികൾ ഇടുമ്പം ഈ സാധുക്കളായ മനുഷ്യ അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ പുള്ളി ഈശാവേശം ഉണ്ടായിട്ടുണ്ട്. അല്ല, അയാൾ ഒരു പൊളിറ്റീഷ്യനും പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലയോ? അയാൾക്ക് ഒത്തിരി പരിമിതികളല്ലയോ? കാരണം അയാൾക്ക് അവിടുത്തെ പബ്ലിക്കിന്റെ വോട്ട് കിട്ടാതെ ജയിക്കാൻ പറ്റത്തില്ല. പിന്നെ അയാൾ എങ്ങനെയാണ് പാസ്റ്ററിനെ എതിർക്കുന്നത്? ഇതാണ് ചോദ്യം. സാറേ, അദ്ദേഹം ഈ ആരാധനയോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അന്ന് പെറ്റീഷനൊക്കെ കൊടുക്കാനും ഒത്തിരി അവർ 4 വർഷം ശ്രമിച്ചു നമ്മളെ അവിടെ നിന്ന് മാറ്റാനായിട്ട്. അത് ഒരിക്കലും സാധിച്ചില്ല. ആ സമയത്താണ് ഹൈക്കോടതിയിൽ മുസ്ലിം പള്ളികൾക്കെതിരെ ഒരു വിധി ഉണ്ടായി. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ ആരാധിക്കാൻ പാടില്ല.
ആ ഒരു വിധിയുടെ ചുവട് പിടിച്ച് അവര് പോലീസിനെ ഒക്കെ സ്വാധീനിച്ച് ഒരു രാത്രിക്ക് രാമാനുനെ ഇറക്കി വിടുക, ഒരു 4 വർഷം പറയും. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് വന്ന് ഈ ഓമല്ലൂരെ ഈ സ്ഥലം എടുക്കുന്നത്, ഈ അഞ്ചരി ഓഡിറ്റോറിയം എടുക്കുന്നത്. ഇത് ഓഡിറ്റോറിയാ. അപ്പം ഞാൻ അടുത്ത ചോദ്യം, അതായത് ബിനു അവിടെ സ്ഥലം വാങ്ങി. ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാ എതിർക്കുന്നതിന്റെ കാര്യം എന്തുവാ? അദ്ദേഹം എതിർക്കുന്നത് അല്ല, ആ സ്ത്രീ ആതിര എന്ന് പറഞ്ഞ പെൺകുട്ടി, ആതിര മാഡം എന്നെ എതിർക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. പുള്ളിക്കാരി ഞാൻ ഇവിടുന്ന് 4 വർഷമായിട്ട് ഒന്നും എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കോടതിയിൽ പോയി. ഏത് കോടതിയിൽ? ട്രിബ്യൂണൽ കോടതിയിൽ പോയി. ട്രിവാൻഡ്രത്തെ ട്രിബ്യൂണൽ കോടതിയിൽ പോയി. ട്രിബ്യൂണൽ കോടതി പോയപ്പോൾ ട്രിബ്യൂണൽ കോടതി 1 വർഷം കൊണ്ട് വാദപ്രതിവാദം നടത്തി എനിക്ക് വിധി തന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു. അവര് പറഞ്ഞത് മുഴുവൻ കോടതി സെറ്റ് അസൈഡ് ചെയ്തു. എന്നിട്ട് കോടതി പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഒരു വാദവും നിലനിൽക്കില്ല, എനിക്ക് പെർമിറ്റ് കൊടുക്കണം. ഈ വിധി വന്നിരിക്കുന്നത് 27/1/2026 ഞാൻ ഈ വിധിയുമായിട്ട് പഞ്ചായത്ത് ചെല്ലുന്നു. അപ്പൊ പഞ്ചായത്ത് മെമ്പറിനോട്, പഞ്ചായത്ത് പ്രസിഡന്റിനോട് വളരെ മോശമായിട്ട് പെരുമാറി. ഈ പെൺകുട്ടിയോ? ഈ പെൺകുട്ടി. അവര് ഈ 15 അംഗങ്ങളോട് ഒരു പങ്ക്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഫോൺ എടുത്ത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പെൺകുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞ് ഇന്ത്യൻ പ്രസിഡന്റ് പറയുന്ന പോലാണ് അവരുടെ ധാരണ. ഈ ചെറുപ്പത്തിന്റെ അഹങ്കാരം, അത് ബോധമില്ലാത്ത പെണ്ണാണോ? അതാണ്, ബോധമില്ലായിരിക്കും സാർ. സാറേ, ഒരു കാര്യം കൂടി ഞാൻ സാറിനോട് പറയാം. എന്നോട് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കും, നിങ്ങൾ സുപ്രീം കോടതി പോയിട്ട് വിധി വാങ്ങിച്ചുകൊണ്ട് വന്നാലും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് പാസ്റ്റർ ഇതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിക്കൂടാ? സാറേ, ഇപ്പൊ ഇത് വന്നിട്ട് ഇപ്പൊ 6 മാസം ഞാനിപ്പം ഞങ്ങളുടെ വക്കീലിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടിയുള്ള പ്ലാനില്ല. കാരണം ഹൈക്കോടതി വന്നു കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ ഡിസ്ക്വാളിഫൈ ചെയ്യും. കാരണം ഈ പെൺകുട്ടി ഒരു പൊട്ട പെണ്ണാണ്. കാരണം ബോധമില്ലാതാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു ആരാധനാലയം, അതിന് മറ്റുള്ള പ്രശ്നങ്ങളില്ല, കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തേ മതിയാവത്തുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞു, സുപ്രീം കോർട്ട് പറഞ്ഞാൽ ചെയ്യത്തില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ ചെയ്യത്തില്ല, ഒരു പേട്ട് പെണ്ണ്. അതിനെപ്പറ്റി ധാരണ പോലുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാളും ഹൈക്കോടതിയിൽ പോകാതിരുന്നത്? എന്റെ ചോദ്യം കറക്റ്റാണ്. സാറേ, ഈ ഹൈക്കോടതി പോകാതിരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് സാറ് ഇതിനകത്ത് കോടതി കൃത്യമായിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മാഡം എനിക്ക് തരും, ഞാനതിന് കയറി ഇറങ്ങി പല ആവർത്തികൾ. സാറേ, നമ്മളൊരു വഴക്കുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ സാറേ. അപ്പം നമ്മൾ വളരെ ശാന്തമായിട്ട് എന്നിട്ട് ഇവരോട് പറയുമ്പോൾ അപ്പം നമ്മളങ്ങ് വളരെ സാധുവായിട്ടായിരുന്നു പറയുന്നത്. എന്നെ അത്രയ്ക്ക് അപമാനിച്ചു സാറേ. അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതുപോലെ എന്നോട് പറഞ്ഞു. ഓക്കെ, അതേപോലെ ഞാൻ എൻ്റെ ചോദ്യം, അവിടെയുള്ള BJP-ക്കാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റും നിങ്ങളുടെ ആരാധനയെ തടസ്സപ്പെടുത്തിയോ ഇല്ലയോ? തടസ്സപ്പെടുത്തി സാറേ. അവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞോ? എന്നോട് നേരിട്ട് പറഞ്ഞു, ഇവിടെ അന്നല്ല, ഓമല്ലൂർ ഞാൻ ഈ പള്ളി നടത്തത്തിലാന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആ പെൺകുട്ടിക്ക്, ആ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസ് കൊടുത്തോ ഇല്ലയോ? സാറേ, കേസ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ കേസ് കൊടുത്തോ? കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് ആ കേസ് FIR അവരുടെ പേരിട്ടോ? അവരുടെ പേരുണ്ട്, FIR പേരുണ്ട്. എന്തുകൊണ്ട് പാസ്റ്ററിന് ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല? സാറേ, ഒരാളെ ഉപദ്രവിക്കണോ സാറേ? ഉപദ്രവമല്ല, കാരണം ഒരു മനുഷ്യന്റെ റൈറ്റ് ഉണ്ട്. കാരണം അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്, ആർക്ക് ആരാധനാ സൗകര്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാം. കോടതി പറയുന്നു നിങ്ങൾക്ക് തരും. അത് കാരണം നോർമൽ പ്രാക്ടീസ്. ഇപ്പം എല്ലാവർക്കും കോടതി പോകാൻ പറ്റത്തൊന്നുമില്ല. അടുത്ത മൂവ്മെന്റ് എന്തുവാ സാറേ? അടുത്ത മൂവ്മെന്റ് സാറേ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പിന്നെ ഇദ്ദേഹം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ ദിവസവും, ഈ ബുധനാഴ്ച തൊട്ട് എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ സമരം ഉണ്ടാക്കി. BJP ആളുകൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ, ഈ ആരാധനാലയത്തിൽ, പിന്നെ ചെങ്ങർക്കര പഞ്ചായത്തിൽ ഒഴിച്ച് ചെങ്ങർക്കര പഞ്ചായത്തിൽ ഈ സംഭവം നടക്കും. അവർക്ക് ടാർഗറ്റ് ഞാനാ സാറേ. എന്റെ വീട്ടിൽ വരേണ്ട ഒരു കാര്യമില്ല. എന്റെ പ്രായമായ ഇവർ പറയുന്നത് നിങ്ങളുടെ ആരാധന നിർത്തി വെക്കണം. അവർക്ക് അവരുടെ ആരാധന നിർത്തണമെന്ന് മാത്രമല്ല, എന്നെ പിടിച്ച് ജയിലിൽ ഇടണം. എനിക്കെതിരെ കേസൊന്നുമില്ല. ഓക്കെ, ഇത് ബനാന റിപ്പബ്ലിക് അല്ല പിടിച്ച് ജയിലിലാണ്. അടുത്ത ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന അവിടെയുള്ള ഹൈന്ദവ വിശ്വാസികളെ നിങ്ങളുടെ ചർച്ചിൽ വരാറുണ്ടോ? സാർ, ഒത്തിരി നൂറുകളെ ബ്രാഹ്മൺസ് ഉൾപ്പെടെ എൻ്റെ കൂടെ. ഇതാണ് ഇവരുടെ പ്രശ്നം? ഇതാണോ? ഇതാണ് ഇവരുടെ പ്രശ്നം. ബ്രാഹ്മണർ ഉൾപ്പെടെ എൻ്റെ കൂടെ. അതാണ് ഇവരുടെ പ്രശ്നം. അതാണ് പ്രശ്നം. അപ്പം നിങ്ങളുടെ വിശ്വാസികൾ എന്ത് പറയും ഇതെല്ലാം കണ്ടിട്ട് കേട്ടിട്ട്? സാറേ, വിശ്വാസികൾ അവിടെ ജീവൻ കൊടുത്ത് ആരാധിക്കാൻ റെഡി ആയിട്ടാണോ? ഇവരവരെ പിടിച്ചില്ലേ, അടിക്കുകയൊക്കെ ചെയ്യും.
ഞങ്ങളുടെ ഒരു ക്യാമറാമാന്റെ ചൗക്കറ്റിക്ക് അടിച്ചു. മറ്റു ഇവിടെ ഓമലൂർ പഞ്ചായത്തിലൊരു പഞ്ചായത്ത് മെമ്പറാണ്, അയാളുടെ പേരെന്തുവാ? സ്ത്രീയാണ്, ഒരു സ്ത്രീയാ. അവർക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? സാറേ നമ്മൾ നാളെ കാണേണ്ടിയോ സാറേ? അതല്ല, അത് കാണേണ്ടതൊക്കെ രണ്ടാമത്തെ കാര്യം, കാണുക കേൾക്കുക. ഒരാൾ ക്രൈം ചെയ്തു, അത് നോർമലായിട്ട് ഇപ്പം നോർമൽ പ്രാക്ടീസിൽ അത് ലീഗലിയാണ് പോകേണ്ടത്. നിങ്ങൾ എന്തു കേസ് കൊടുത്തില്ല? സാറേ അവിടെ പോലീസ് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാം എതിരെ പോലീസ് സ്വമേധയാ കേസ് എടുത്തു. എന്ത് കേസ്? എന്തൊക്കെയാണ് വകുപ്പിട്ടിരിക്കുന്നത്? സാറേ വകുപ്പ് എന്തൊക്കെ ഇട്ടുമെന്ന് എനിക്കറിയില്ല, FIR ഞാൻ കണ്ടില്ല. പോലീസ് ബയസ്ഡ് ആണോ പാർഷ്യലാണോ? നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? സാറേ പോലീസ് കറക്റ്റ് നിയമത്തിന്റെ മുമ്പിലാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് പറഞ്ഞത് അവർ ഇന്ത്യൻ പൗരനാണ്, അവർക്ക് ആരാധിക്കണം, ഇത്ര മാത്രമേ പോലീസ് നമ്മുടെ സപ്പോർട്ടൊന്നും പറ്റില്ല. അവർക്കും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസ് ആകെ നമ്മളെ ആരാധിക്കാൻ വേണ്ടി അവർക്ക് ആരാധിച്ചേ പറ്റൂ. ഇത് കഴിഞ്ഞിട്ട് പോലീസ് ഈ എത്ര പേർക്കെതിരെ കേസ് എടുത്തു? ഇവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു? സാറെ ക്വസ്റ്റ്യൻ ചെയ്തോന്നൊന്നും എനിക്കറിയില്ല. അവർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട് എന്നാണ് നാളെ ബാക്കിയുള്ള. സാർ ഇതിനകത്ത് നമ്മൾക്ക് ഈ SC/ST വിഭാഗത്തിൽ നിന്നും ആളുകൾ ആരാധനയ്ക്ക് വരും. അവരെ ഭയങ്കരമായിട്ട് തെറി വിളിച്ചു. ജാതി പറഞ്ഞ് തെറി വിളിച്ചോ? ജാതി പറഞ്ഞു. ഇവർക്കറിയാം, ഈ ആളുകളെ അറിയാം, ലോക്കൽ ആൾക്കാരായിരിക്കുമല്ലോ. ലോക്കൽ ആൾക്കാരാ. അവരെ തെറി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഹിന്ദുവിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. കർവാപ്സി തിരിച്ചു കൊണ്ടുപോകും. നിങ്ങൾ എല്ലാരും ഭീഷണിപ്പെടുത്തിയാ പറഞ്ഞു. ഞാൻ എന്റെ ചോദ്യം ബിനുവിനോട്, ഈ ജോൺസൺ എന്ന് പറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയക്കാരന് ഈ പറഞ്ഞ ആതിരയുടെയും BJPയുടെയും കൂടാണോ? ആണ്, 100%. അപ്പൊ അയാൾ പാർട്ടി മാറിയോ? അദ്ദേഹം പാർട്ടിയൊന്നും അല്ല, കോൺഗ്രസിന്റെ ആളൊക്കെ തന്നെയാണ്. പക്ഷെ ആൾ ഇതിനകത്ത് പുള്ളി ഒരാളോട് പറഞ്ഞത് അല്ല, അവിടെയുള്ള മറ്റുള്ള മർത്തോമ ചർച്ച് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, CSI ഉണ്ട്, മറ്റുള്ള. കാരണം ഇതിലൊരു ഒരു ക്രിസ്ത്യൻ ഒരു നല്ല ഭൂരിപക്ഷമുള്ളൊരു ഏറിയാണ്. അവരെന്തോ ഇത് കണ്ടിട്ട് പറയുന്നത്? സാറേ അവരെല്ലാം നമുക്ക് സപ്പോർട്ടാണ്. ഹിന്ദുക്കൾ നമുക്ക് സപ്പോർട്ടാണ് സാറേ. ഹിന്ദുക്കൾ വരെ നമുക്ക് സപ്പോർട്ടാണ്. അവിടെയുള്ള നല്ലവരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടുത്തെ ക്രിസ്ത്യാനി എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്. ഇവർ ഈ കുറച്ച് ആളുകൾ അന്ന് വന്നതിന് ആളുകൾ കരുശമായി പ്രതീക്ഷയായി പോയി. ഒരു കാരണവശാലും വരരുത് എന്നാണ് നാട്ടുകാരുടെ എൻ്റെ അഭിപ്രായം. അങ്ങനെ ആരാധന തടയാൻ ആരും ആരാധന തടയുമെന്ന് വിചാരിച്ചു, നമ്മളും വിചാരിച്ചില്ല സാറേ. ആരാധന തടയാൻ തരും. ഓക്കെ, മറ്റൊരു പഞ്ചായത്തിൽ നടന്ന കാര്യത്തിന് ഈ പഞ്ചായത്ത് വന്ന് വെള്ളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതും ഞാൻ സാറേ ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാ, പത്തനംതിട്ട ജനിച്ചു വളർന്ന ആളാ. എന്റെ വീട് ഇവിടെ തന്നെയാണ്. ഇവരെ എല്ലാവരും എനിക്ക് പരിചയമുള്ള, ഞങ്ങളെല്ലാം സ്നേഹിതരാണ്. ഇവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാണ്? എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇവരൊക്കെ അവരുടെ പാർട്ടി ആവശ്യത്തിന് നിങ്ങളോട് പണം ചോദിക്കാറുണ്ടോ? സാറേ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ചെയ്തൊരു തെറ്റ്. എന്റെ ചോദ്യം ഡയറക്റ്റ് ആൻസർ അതാ. നിങ്ങൾ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? സാറേ BJP കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷന്റെ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത്ര ലക്ഷം രൂപ വേണം. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ പൈസ ഒന്നുമില്ല. അതിന്റെ ഒരു ദേഷ്യം ഓർക്കുണ്ട്. അത് പറയാൻ പാടട്ടോന്ന് അറിയില്ല, എന്നാലും ഞാൻ അങ്ങ് പറയൂ. അവർ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ബിനു അത് കൊടുത്തില്ല. ആ ചോദിച്ചതിന്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, അതെല്ലാം എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ ഞാനൊന്ന് പുറത്തു വിടാൻ താല്പര്യപ്പെടും. ഓക്കെ, എനിവേ ഒരു കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് സംഭവം. ഫർദറായിട്ട് ലീഗൽ പ്രൊസീഡിങ്സുമായിട്ട് ബിനു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ഇപ്പൊ അവിടെ തുടരുന്നുണ്ട്. ഈ ആഴ്ച വർഷിപ്പ് ഉണ്ടായിരുന്നോ? ഇന്നും ആരാധന ഉണ്ടായിരുന്നു. നമ്മുടെ ബാക്കിയില്ല സാറേ. നമുക്ക് പത്തനംതിട്ട മാത്രമല്ല ആരാധനയുണ്ട്, കേരളത്തിൽ ഉടനീളം നമുക്ക് ആരാധനയുണ്ട്. ഗൾഫ് നാട്ടിലുണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്, ഓറിസിലുണ്ട്, പല സ്ഥലങ്ങളിൽ നമുക്ക് ആരാധനയുണ്ട്. അതുപോലെ ഗൾഫിലുണ്ട്. നിങ്ങളുടെ ചർച്ച ഒരു ഗ്ലോബൽ ചർച്ചാണ്. നമുക്ക് പത്തനംതിട്ട ഓമല്ലൂർ തുടങ്ങിയ ചർച്ച ഗ്ലോബൽ ചർച്ചാണ്. അതായത് നമുക്ക് ജർമ്മനി ചർച്ചുണ്ട് സാറേ. ജർമ്മനി ചർച്ചുണ്ട്, ഖത്തറി ചർച്ചുണ്ട്, സൗദി അറേബ്യ ചർച്ചുണ്ട്. പത്തനംതിട്ടക്കാരെ ആൾക്കാരാണോ കൂടുതലും അതിൻ്റെ അകത്തുള്ളത്? സാറേ എല്ലാ രാജ്യക്കാരും ഉണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. ജർമ്മനിയിൽ അവിടുത്തെ ആളുകളൊക്കെ ഉണ്ട്. അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള പാസ്റ്റർ ഞാനാണ്, ഒരു ചെറിയ ചെറുപ്പക്കാരൻ. എനിവേ വളരെ നന്ദിയുണ്ട്. സോ നമുക്ക് വേറെ ഇതേപോലെ ഫർദർ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ശരി സാറേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.